കാപ്പി കുടിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര മണി? ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 9 മണി എന്തുണ്ടോ അത് കഴിക്കും. അപ്പം ആണെങ്കിൽ ഒരു 3 അപ്പം. സാധാരണ മനുഷ്യൻ കഴിക്കും പോലെ. എപ്പോഴും തോന്നിയിട്ടുണ്ടോ ശ്രീകാന്തിനേക്കാൾ ബ്രാൻഡ് വാല്യൂ അമ്മയ്ക്കാണെന്ന്? അത് എപ്പോ എനിക്കറിയാലോ. അമ്മ എങ്ങനെങ്കിലും സ്റ്റാർ ആക്കിട്ട് വേണം പണിക്ക് പോകുന്നത്. എനിക്ക് നല്ല വില എന്റെ കൊച്ചിന് വില വരെയല്ല, കാരണം കൊച്ചിന് ബുദ്ധി വെച്ചിട്ടില്ല. പ്രശ്നമായതല്ല, സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോഴാണ് അടുത്ത പ്രണയം ഉണ്ടാവണം ആദ്യം. അല്ല, പ്രണയം എപ്പോഴും നല്ലതാണ്. പ്രണയം എപ്പോഴും നല്ലതൊന്നല്ല, എപ്പോഴേലും സമാധാനമായിട്ടിരിക്കുന്ന മനുഷ്യൻ. ഇതുപോലെ ചേട്ടന്റെ ക്ഷമയുടെ നെല്ലിപ്പലകി എത്തിച്ച മറ്റേതെങ്കിലും ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് തന്നെ. ഒത്തിരി നന്ദിയുണ്ട്. എന്റെ ചോദ്യങ്ങളുടെ കാഠിന്യം കൊണ്ട് ചേട്ടൻ ഇവിടെ വയർപ്പോലും. ഞങ്ങൾ കൈരസ ജനസമയത്ത് മധുസാറിന് ഉദയം കഥയൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണ ആകെ 15 ദിവസം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 45-ാമത്തെ ദിവസമായിപ്പോ സാറ് ഉദയൻ ഇവിടെ വരും വിളിച്ചു. നിങ്ങൾ പറഞ്ഞത് 15 ദിവസം എന്നാണ്, 45-ാമത്തെ ദിവസമാണിത്. അങ്ങനെ ചൂടായിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷനിൽ ഒരാള് പെട്ടെന്ന് എൻട്രി ചെയ്യാം. സാർ കുടിക്കാൻ എന്തെങ്കിലും കുറച്ച് വിഷം കലക്കിട്ടാണോ? അര ദിവസം റിസോർട്ട് ഇവര് ബുക്ക് ചെയ്തല്ലോ, അത് ഫുൾ നൈറ്റ് ആക്കി അതിന്റെ പൈസ. ഏത് ഈ 2 ഡയലോഗ് പൈസ കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോ പ്രൊഡക്ഷൻ വേണ്ടി രാവിലെ 7 മണിക്ക് പറഞ്ഞു. അതാണ് 10 മണി വരെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് ലൊക്കേഷൻ എത്തുള്ളൂ. എന്റെ ഭാവി പ്രൊഡ്യൂസർമാരോടൊക്കെ ഞാൻ പറയട്ടെ, ഇത് വെറും പറയുന്നതാണ്. അതല്ലേ ഇത് കഴിഞ്ഞ സിനിമ ഉണ്ടാകും. അപ്പൊ ഓം ശാന്തി ഓശാനയും നേരം ഇതൊക്കെ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞുനാള് മുതലേ കാണുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ചതുരത്തില് ഞാൻ ജാഫ്രിക്കയോട് തെറി പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് പറയുമ്പോ കൊറേ ഒരു എന്തോ ഒരു ശരിയാവുന്നില്ല, പല പല എനിക്ക് എന്നെ പറഞ്ഞപ്പോ അത് ശരിയായി തോന്നി. അതായത് ഞാൻ പറയുന്നതിൽ ഒരു പവർ കിട്ടുന്നില്ല. അപ്പൊ അത് കൊറേ പ്രാവശ്യം എടുത്തു. പിന്നെ ജാഫ്രിക്ക അതിങ്ങനെ ഫോൺ വിളിക്കുന്നു. അത് കഴിച്ചോ? എന്നാ പല്ലില് കമ്പിട്ട് ഞാന് ഒരു 10 മാസം മുമ്പേ ഇട്ടതാ. ഇതുവരെ കഴിക്കാറായിട്ടില്ല. ഇനിയുണ്ട്, ഡോക്ടർ ഇനിയും പറഞ്ഞു കുറച്ചുകൂടി നന്നാവണം. എന്ത് സ്വഭാവം നന്നാവാനാണ്. ഞാന് ഷൈൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നെന്ന് പറഞ്ഞപ്പോ എന്റെ റൂംമേറ്റ് പറഞ്ഞു ഷൈൻ ചേട്ടനാണ്. ആരാ റൂംമേറ്റ്? വെഡിങ് ആനിവേഴ്സറിക്ക് രാവിലെ എണീറ്റ് രണ്ടുപേരും വിഷ് ചെയ്യാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്, ഉമ്മയും തന്നിട്ടുണ്ട്. അച്ഛടാ, അയ്യേ അഖിലേണ്ണ അതുപോലെ ഓർമ്മയില്ല. ഇപ്പൊ അഖിലേണ്ണ എന്റെ ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. സംഭവം അതല്ല, ഇപ്പൊ എല്ലാരും അഭിനയിക്കുന്ന പടവും ജയിക്കുന്നുണ്ടോ? നിങ്ങൾ അഭിനയിച്ച എല്ലാ പടവും ജയിക്കുന്നുണ്ടോ? ഉണ്ടോ? ബൈജോട്ടം അഭിനയിക്കുന്ന എല്ലാ പടവും ജയിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, സ്വാഭാവികം അല്ലേ? അല്ല, അതല്ല ഞാൻ പറയാണ്. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ ഇന്റർവ്യൂ അങ്ങനെ ചെയ്യുന്നില്ല. പറഞ്ഞത് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ ശ്രമിക്കും. ബാക്കി എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനത്തെ ഒരാളെ പറയാറില്ല. തുറന്നു പറയുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നു. എന്നെയോ മാറ്റി നിർത്തിക്കോട്ടെ, സന്തോഷം. എനിക്ക് മാറ്റി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തി നിങ്ങളായിരിക്കും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവൻ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂലേ? എടാ പറയടാ.
നിന്നെ വിളിച്ചിട്ട് കിട്ടണല്ലോ. ഞാനെടാ എടാ ഒരു ഓർഫണേജ് സന്ദർശിച്ചോണ്ടിരിക്കുകയാണ്. സൗണ്ട് കേക്കട്ടല്ലോ. അത് കുറച്ച് വൃദ്ധകളായ സ്ത്രീകളാടാ. ഞാൻ കുട്ടിയായിട്ട് ഇവൻ വളർന്നു വരുന്ന സമയത്ത് ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ചിട്ടായിരുന്നു. മോളും താഴത്തും ശ്രീനേട്ടും മോളിലും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും ശ്രീനേട്ടും ഫസ്റ്റ് ഫ്ലോറിലും. അപ്പൊ ഞാൻ മേലെ നലർച്ചയൊക്കെ കേൾക്കാറുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു ഇല്ല പ്രാർത്ഥിക്കാൻ പോകുക. ആകപ്പാടെ കിട്ടിയ ഒരു പിടിവള്ളിയാണ്. പോലത്തെ ആൾക്കാരൊക്കെയാണ് ഒരു 10 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ എന്നൊരു വ്യക്തിയെ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? വയസ്സായിട്ട് കാണാൻ പറ്റും ഉറപ്പായിട്ടും. അതെ അതെ കഴിഞ്ഞ ദിവസം സൺഡേ മൺഡേ അല്ലെങ്കിൽ വീക്കെൻഡ് ഞായറാഴ്ച തൊട്ട് മഴയുണ്ട്. ഇന്നലെയും അത്യാവശ്യം നല്ല മഴ പെയ്തു. പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൈറ്റ് ഷോസ് ഫുള്ളായിരുന്നു. ഷേണൈസ് ഫുള്ള്, നമ്മുടെ തിയേറ്റേഴ്സ് ഒക്കെ ഫുള്ളാണ്. സൺഡേ അത്യാവശ്യം ഫുൾ ഹൗസ് ഓടി പല സ്ഥലത്തും. നരിവേട്ട കാണാൻ പോയപ്പോഴും അവിടെ നമ്മളെ പടം ഫുള്ളായിരുന്നു. ഓക്കെ, ഇനി ഞാൻ പെട്ടെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യനോട് ചോദിക്കാം. ആൻഡ് പെട്ടെന്ന് ജിൽ ജിൽ ആൻസർ പറഞ്ഞാൽ മതി. ലാസ്റ്റ് ടൈം ഭാര്യയായിട്ട് വഴക്കിട്ടത് എപ്പോഴാണ്? ജിൽ ജിൽ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, സിദ്ദിഖിനോട് പറഞ്ഞു. ഞാൻ എന്റെ ഒരു സിനിമ ഇങ്ങനെ വന്നിട്ട് ഇവരെ ഏതോ ഒരു സാഹചര്യത്തിൽ ടി.വിയിൽ കണ്ടു എന്റെ ഒരു സിനിമ. അപ്പൊ അച്ഛനെ കണ്ടിട്ട് നിന്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോ കണ്ടു. നിനക്കറിയില്ലേ ആ സിനിമ ഇതാവില്ല? ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരില്ലേ, നമ്മളവരോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസറൊക്കെ എന്താണ് ഇതിന്, ആ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കാശൊക്കെ മുടക്കി, എന്തൊരു സിനിമയാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചു പോണ്ടേ, ഇതിലും ഭേദം മരിക്കുന്നതാണ്.